നിങ്ങൾ സ്വന്തം കൈയടിച്ച് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒന്നും കൂടി ഒരു സന്തോഷത്തിന്റെ രീതിയിൽ ഒരു കൈയടിക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുകയാണ്. ചുമ്മാ സിമ്പിളാണ്. അപ്പൊ ഒന്ന് ഉയരട്ടെ കൈയ്യേ. ഇതിനെന്തൊരു മടി? രാവിലെ നിങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കാനാണോ? അല്ലല്ലോ. അപ്പൊ ഒന്ന് എന്ന് പറയുമ്പോൾ കൈ മുകളിലേക്ക് ഉയർത്തി കൂട്ടി അടിക്കുന്നു. ഒന്നും കൂടെ. നല്ല രസം കേട്ടോ. നല്ല ഭംഗി. ഒന്നും അപ്പൊ ഒന്നും കൂടെ. 2 3 4 3 4 5 6 Ready? 1 2 3 start. Number 1 2 3 4 5 6 സ്വന്തം തോളത്ത് കഴിച്ചോ. സ്വന്തം തോളത്ത് വെറുതെ വെറുതെ എന്ന് പറഞ്ഞാൽ കഴിച്ചോ. ഓക്കെ, ഇനി എല്ലാവരും ശ്രദ്ധിക്കുക. നമുക്കറിയാം പലതരം ലഹരികള് ഇന്നത്തെ സമൂഹത്തിലേക്ക് കടന്നു വരാറുണ്ട്. നമ്മുടെ പദ്ധതി അതും അച്ഛൻ ഇന്ന് പള്ളിയിൽ മനോഹരമായിട്ട് അത് പറഞ്ഞു. അച്ഛന്റെ പ്രസംഗം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? എത്ര ലളിതമായിട്ടാണ് ആ കാര്യങ്ങൾ. ഞാനിങ്ങനെ നോക്കാറുണ്ട്. ചിലപ്പോൾ വലിയ സാഹിത്യങ്ങളൊക്കെ കൂട്ടി പറഞ്ഞ് ഓരോ സംഭവങ്ങളൊക്കെ കൂട്ടി പറഞ്ഞ് ആളുകളെ മോഷിപ്പിക്കുന്നതിന് പകരം കൃത്യമായ കാര്യം എത്ര കാര്യങ്ങളാണ് ആ കുറഞ്ഞ സമയത്തിനുള്ളിൽ കടന്നുപോയി. നിങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ തോന്നുന്നു. ലഹരിയെ പറ്റി, ഫുട്ബോളിനെ പറ്റി, മറ്റു കുറേ കാര്യങ്ങളെ പറ്റി അച്ഛൻ ഇന്ന് പറഞ്ഞു. കൊച്ചിന് അപകടം ഉണ്ടായ കാര്യങ്ങൾ, കൊച്ചിനെ ലഹരിയുടെ ആസക്തിയിൽ കൊച്ചിനെ ദ്രോഹിച്ച കഥകളൊക്കെ പെടേന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു. സംസാരിക്കരുത്. പക്ഷെ ഏറ്റവും അവസാന നിമിഷത്തിൽ ചേട്ടന്മാർ ജയിച്ച ചേച്ചിമാരി ഇച്ചിരി പുറപ്പെട്ടു. 8 കസേര കിട്ടും. 1 കസേര മാറ്റി കുഴപ്പമില്ല, 2 കസേര മാറ്റി കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് 3 കസേര മാറ്റിക്കൊണ്ടു. അപ്പൊ ആ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ ഈ കസേര വരുന്നത്. പക്ഷെ ഈ പറഞ്ഞ എന്നെ സഹായിക്കാൻ വന്നവരൊക്കെ എന്താക്കി, എല്ലാ കസേരകളും അവരങ്ങ് ഇരുന്നോളും എന്ന് പറഞ്ഞു. അപ്പൊ ഈ കസേരകളൊക്കെ എടുത്തപ്പോൾ ഒരു മനോഹരമായിട്ട് കസേര ഇല്ലാണ്ട് കസേര ഇരുന്നത് പോലത്തെ ഒരു സീൻ. നിങ്ങൾക്ക് എത്ര പേർക്ക് സാധിക്കും? ഒരു ധൈര്യമുണ്ടോ? ധൈര്യമുണ്ടോ? ആർക്കെങ്കിലും പറയാനുണ്ടോ?
4 പേർക്ക് കടന്നു വരാം. ഇല്ല, സമയമില്ലാത്തതുകൊണ്ട് എടുക്കുന്നില്ല. അത്രയും പേര് നമ്മൾക്ക് ഏത് കാര്യം സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് സാധിക്കുമെന്ന് നമ്മൾ കാണിച്ചു കൊടുക്കും. വേണ്ടേ? അതാണ്, നമുക്ക് സാധിക്കാത്ത ഒരു കാര്യമില്ല. ഇന്ന് ലോകത്ത് നടക്കുന്ന ഒരു കാര്യവും നമുക്ക് സാധിക്കാത്തതില്ല. പക്ഷെ നമ്മൾ അത് കാണിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മളത് വിജയിക്കുന്നത്. നമ്മുടെ AI വന്നില്ലേ, നമ്മളൊക്കെ ചിന്തിക്കുമ്പോൾ ഫോട്ടോ വെച്ച പോസ്റ്റ് വരുന്നത് പോലെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവിടെ നിന്നിട്ട് ഇപ്പോൾ നിൽക്കുന്ന ഒരു, ഞാൻ മൈക്ക് വെച്ചുകൊണ്ടിരിക്കും സംസാരിക്കുന്ന ഒരു ഫോട്ടോ ChatGPT കൊടുത്തിട്ട് വലിയ സെമിനാറിൽ സംസാരിക്കുന്ന ഒരു ഫോട്ടോ കണ്ടെന്ന് പറഞ്ഞാൽ അതിന് നേരവും വേണ്ട, പെടേന്ന് പറഞ്ഞ് പോരുക. നമ്മുടെ കഴിവുകൾക്ക് അപ്പുറം AI കഴിവുകൾ വരുന്നു. പക്ഷെ ഈ AI കഴിവുകൾ വന്നു കഴിഞ്ഞാലും ഇതിന്റെ ഏറ്റവും വലിയ തലയെന്തായിരുന്നു? മനുഷ്യന്റെ തലയായിരുന്നു, നമ്മുടെ തലയാണ് AI. എല്ലാവരും കൈ പ്രതിജ്ഞാ രൂപത്തിൽ പിടിക്കുക. മയക്കുമരുന്നുകൾ ഉൾപ്പെടെയുള്ള നിയമവിരുദ്ധമായ പദാർത്ഥങ്ങൾ സമൂഹത്തെ നശിപ്പിക്കുന്ന മാരക വിപത്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ലഹരിയോടുള്ള ആസക്തി വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായി നശിപ്പിക്കുന്നുവെന്ന യാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിയുന്നു. നാളത്തെ പൗരന്മാരാകേണ്ട വിദ്യാർത്ഥികളും യുവജനങ്ങളും ലഹരിയുടെ കരാളഹസ്തങ്ങളിൽ അകപ്പെടാതെ അവരെ സംരക്ഷിക്കുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ജീവിതത്തിൽ പകർത്തി ലഹരിമുക്ത നവകേരളം പടുത്തുയർത്താൻ ഞാൻ പ്രതിജ്ഞ ചെയ്യുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. എന്നും കൊണ്ട് നടന്നൊരു നെഞ്ചിലെ തീയാണെന്റെ അപ്പൻ. ഒന്ന് വിതുമ്പിക്കരയുമ്പോഴെല്ലാം എൻ ചങ്കായി മാറിയതെന്റെ അപ്പൻ, ചങ്കായി മാറിയതെന്റെ അപ്പൻ. കാലം കഴിഞ്ഞാലും നേരം മറന്നാലും കാണാ കണ്ണേറ് ദൂരത്തു പോയാലും കണ്ണ് തുടിക്കുമ്പോൾ ഓർക്കുമെൻ താതൻ കിന്നാരം ചൊല്ലും മുത്തായി ഞാനും, കിന്നാരം ചൊല്ലും മുത്തായി ഞാനും. കാലം മറന്ന വഴിയിൽ ചൂടുവാൻ ഓലക്കുടകൾ ഞാൻ തീർത്തിരുന്നു. പൊള്ളുന്ന സത്യം മറച്ചു ഞാനും നിറമുള്ള സ്വപ്നങ്ങൾ നെയ്തിരുന്നു, നിറമുള്ള സ്വപ്നങ്ങൾ നെയ്തിരുന്നു. ആഴത്തിലെപ്പോളോ നട്ടൊരു നന്മയായി ചാരേ നോവിൻ നൊമ്പരമേറുമ്പോൾ അലയായി തീരും സ്നേഹപ്രകാശം. മലരായനഴകിൻ മുകിലേ നീവാ, മലരായനഴകിൻ മുകിലേ നീവാ. ചെമ്മാനം പൂത്ത ഈറൻ സന്ധ്യയിൽ വിദൂരത്തിലായോരഭയാർത്തിയായി ഒരു 100 ജന്മം കൊഴിഞ്ഞാലും എന്നും ചങ്കായി മാറിയതെന്റെ അപ്പൻ, ചങ്കായി മാറിയതെന്റെ അപ്പൻ. ഇന്നും എന്നും കൊണ്ട് നടന്നൊരു നെഞ്ചിലെ തീയാണെന്റെ അപ്പൻ. ഒന്ന് വിതുമ്പിക്കരയുമ്പോഴെല്ലാം എൻ ചങ്കായി മാറിയതെന്റെ അപ്പൻ, ചങ്കായി മാറിയതെന്റെ അപ്പൻ.
വിശ്വാസ സമൂഹമേ, സ്നേഹത്തിന്റെ സുഗന്ധം പരത്തുന്ന ഈ പുണ്യ ദിവസത്തിൽ ചെറുപുഷ്പ മിഷനിങ്ങിന്റെ നവോദയ നിമിഷത്തിലേക്കും ഹരിത പ്രത്യാശയുടെ തൈനടലിലേക്കും അതുപോലെ തന്നെ മിഷനിംഗ് ഭാരവാഹികളെ ആദരിക്കുന്ന ഈ സുവർണ നിമിഷത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ത്യാഗത്തിന്റെ തിരുനാളായി, സേവനത്തിന്റെ സുവർണ പാതയായി, വിശ്വാസത്തിന്റെ ദീപശിഖയായി ഈ സംഗമം മാറട്ടെ. ഭൂമാതാവിന്റെ മടിയിൽ ഒരു തൈ നട്ടുവെക്കുന്ന ഈ നിമിഷം നാളെയുടെ പ്രത്യാശയ്ക്ക് നാം എഴുതുന്ന ഹരിത സുവിശേഷമാണ്. ഇന്നത്തെ ഈ അനുഗ്രഹീത സമ്മേളനത്തിന് അധ്യക്ഷസ്ഥാനം വഹിക്കുന്നത് മിഷനിംഗ് പ്രസിഡന്റ് ജോഷുവ മുഴിച്ചാലാണ്. തന്നെ ആശംസ അറിയിച്ച് സംസാരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഇടവക വികാരിയും മിഷനിംഗ് ഡയറക്ടറുമായ ഫാദർ ജോഷി പ്രയച്ചനാണ്. ഒപ്പം ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നത് നമ്മുടെ മിസ്ട്രസ് ജിജി ടീച്ചർ. അതോടൊപ്പം ഇവിടെ അധ്യാപക പ്രതിനിധിയായി വന്നിരിക്കുന്ന രവി സാറിനെയും ജിൻസി ടീച്ചറിനെയും ഒപ്പം നമ്മുടെ വിഷനിൽ ആനിമേറ്ററായ ഡെസീന സിസ്റ്ററിനെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി എല്ലാവരെയും ഈ ശുഭനിമിഷത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ബഹുമാനപ്പെട്ട വികാരിയച്ച, സിസ്റ്റർ, പ്രിയ കൂട്ടുകാരി, ഭാരതമേ നിന്റെ രക്ഷ നിന്റെ മക്കളിൽ നിന്റെ സന്താനങ്ങളിൽ എന്ന ആദർശവാക്യം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ചെറുപുഷ്പ മിഷന്റെ ഇന്ന് പ്രവർത്തനം ആരംഭിക്കുകയാണ്. നമ്മുടെ ഇടവകയിൽ ഈ ശാഖയെ രൂപതയിലും മേഖലയിലും ഉയർത്തിക്കൊണ്ടുവരുവാനായിട്ട് നമുക്ക് ഒരുമിച്ച് ശ്രമിക്കാം. മിഷൻ ലീഗിൻ്റെ പ്രവർത്തനങ്ങൾ കേവലം ഭാരവാഹികൾ മാത്രം മുന്നിൽ നിന്ന് പ്രവർത്തിക്കേണ്ടതല്ല. നമ്മൾ ഓരോരുത്തരും ഓരോ മിഷനറീസാണ്. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് വിജയത്തിലേക്ക് എത്താൻ സാധിക്കുക. മിഷൻ ലീഗിലൂടെ യേശുവിനെ സാക്ഷ്യം വഹിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം. ജീവിത മാതൃകയിലൂടെ നവമാധ്യമങ്ങൾ ഉപയോഗിച്ചു ഈശോയ്ക്ക് സാക്ഷികളായി തീരുവാൻ ഈ സംഘടനാ പ്രവർത്തനത്തിലൂടെ നമുക്ക് സാധിക്കട്ടെ. ജയ് ക്ലാസ്, ജയ് മിഷൻ ലീഗ്. മിഷൻ ലീഗ് ഭാരവാഹികളെ ഷോൾ അണിയിപ്പിച്ച് ആദരിക്കുന്ന ചടങ്ങാണ്. അതിനായി എല്ലാ ഭാരവാഹികളെയും ക്ഷണിക്കുന്നു. ഒപ്പം ആദരിക്കുന്നതിനായി ഇടവക വികാരിയെയും ക്ഷണിക്കുന്നു. കുറച്ചുകൂടി പ്രകാശപൂരിതമാക്കാൻ വേണ്ടി നമ്മുടെ വികാരി അച്ഛനെ ക്ഷണിക്കുന്നു. ഭാരവാഹികളെ, പ്രിയ ടീച്ചേഴ്സ്, പ്രിയ കുട്ടികളെ, ഇന്നത്തെ ദിവസം വളരെ ഒരു സന്തോഷകരമായ ദിവസമാണ്. നമ്മുടെ ഇടവകയിൽ മിഷൻ ലീഗ് പ്രവർത്തനം ആരംഭിക്കുന്ന ദിവസമാണ്. അടുത്ത വർഷം ഉദ്ഘാടനം ചെയ്യുന്ന ദിവസമാണ്. നമുക്ക് ഇത്രയും പുതിയ ഭാരവാഹികൾ ലഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങളൊക്കെ അവർ പ്രവർത്തിച്ചു. സ്നേഹബഹുമാനപ്പെട്ട വികാരി അച്ഛ,
വിഷ് ലീഗ് ആനിമേറ്റർ ടിസിൻ സിസ്റ്റർ, അധ്യാപകരെ, മാതാപിതാക്കളെ, സ്നേഹം നിറഞ്ഞ കുഞ്ഞുമക്കളെ, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവാൻ എന്ന് ആഹ്വാനം ചെയ്ത യേശുക്രിസ്തുവിൻ്റെ ദൗത്യം ഹൃദയത്തിൽ ഏറ്റുവാങ്ങി അനുദിനം വളർന്നു വരുന്ന ക്രൈസ്തവ സംഘടനയാണ് മിഷൻ ലീഗ്. നമ്മുടെ ഇടവകയിലെ മിഷൻ ലീഗ് അംഗങ്ങളോട് സ്നേഹത്തോടെ ഒരു വാക്ക്. വിശുദ്ധ അൽഫോൻസാമയെ പോലെ ചെറിയ കാര്യങ്ങളിൽ ഒരുപാട് സന്തോഷിക്കുകയും ജീവിത വിശുദ്ധി പാലിക്കുകയും ചെയ്ത ആളാണ് വിശുദ്ധ അൽഫോൻസാമ. ആ മാതൃക പിന്തുടർന്നുകൊണ്ട് ജീവിത വിശുദ്ധിയിലും സ്നേഹത്തിലും വളർന്നു വരുവാൻ ഓരോ മിഷൻ ലീഗ് അംഗങ്ങൾക്കും സാധിക്കട്ടെ എന്ന് ഏറെ സ്നേഹത്തോടെ ആശംസിക്കുകയും ഈ വർഷത്തെ എല്ലാ പ്രവർത്തനങ്ങളും വിജയകരമായി പൂർത്തിയാക്കുവാൻ മിഷൻ ലീഗ് സംഘടനയ്ക്ക് സാധിക്കട്ടെ എന്നും ഏറ്റവും സ്നേഹത്തോടെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ചെറുകൃഷ്ണൻ. ഈശോയിൽ സ്നേഹത്തിൻ്റെ വികാരച്ച സിസ്റ്റേഴ്സ് ആൻഡ് ഇവിടെ ഇരിക്കുന്ന എല്ലാ കുഞ്ഞുമക്കളെ, എല്ലാവർക്കും മിഷൻ ലീഗിൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. നമുക്കറിയാം, നമ്മുടെ കൊച്ചു ജീവിതത്തിൽ ഞാനൊക്കെ ഇവിടെ ചെറുപ്പത്തിലെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എല്ലാ ഞായറാഴ്ചയും ചെറിയ പാഴ്ചയൊക്കെ ഉണ്ടായിരുന്നു മിഷൻ ലീഗിൻ്റെ. ഇപ്പോൾ ഒന്നുമില്ലെന്ന് തോന്നുന്നു, ചെറിയ പാഴ്ച അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മളെ സൂചിപ്പിക്കുന്നത് നമ്മുടെ മിഷണറി പ്രവർത്തനത്തെയാണ് നമ്മൾ ഓർമ്മിക്കുന്നത്. അപ്പോൾ ഇന്ന് ഈ ദിവസം ഈ വർഷത്തെ മിഷൻ ലീഗിൻ്റെ ആരംഭത്തിലൂടെ നിങ്ങൾ കുറിക്കുമ്പോൾ നിങ്ങളെല്ലാവരെയും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഞാൻ ജൂലൈ 1-ാം തീയതി കെനിയയിലേക്ക് മിഷൻ പ്രവർത്തനത്തിനാണ് പോവുകയാണ്. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും നമ്മൾ ഓരോരുത്തരും വിശുദ്ധിയിലൂടെ വിശുദ്ധ കൊച്ചുദ്ദേശയെ പോലെ മിഷൻ പ്രവർത്തനത്തിലൂടെ അനേകം ക്രിസ്ത്യാനികൾക്ക് അനേകം കുഞ്ഞുമക്കൾക്ക് നല്ല മാതൃകയും നല്ല രീതിയിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റണമെന്ന് ഓർമ്മിക്കുകയും നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കുകയും അവർക്ക് നല്ലൊരു മാതൃകയായിരിക്കുകയും ചെയ്യാം. Shoes on the golden ground. Sway in the autumn leaves. You are beautiful when you look at me. Can you feel my love? Oh, oh. Can you feel my